ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ടുണ്ടല്ലോ ചുമ്മുടെ ബർത്ത്ഡേ. പക്ഷെ എന്താക്കല്ലേ ഗൈസ്, നമുക്ക് ഒന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. സോ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് സർപ്രൈസ് എന്തെങ്കിലും ഒന്നാക്കും. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ, ഇതിൽ ഞാൻ ഹോസ്പിറ്റലിൽ, കഴിഞ്ഞാൽ അയ്യാൻ ഹോസ്പിറ്റലിൽ, ഇതിൽ ഞാൻ ഹോസ്പിറ്റലിൽ. സോ കുറച്ച് ബുദ്ധിമുട്ട് കാരണം നമ്മ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടാ. സോ ഇതിൽ ആഘോഷിക്കുന്നില്ല, ഒന്നും ആക്കുന്നില്ല. പക്ഷെ എന്താ പറയല്, ഒരു എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ലോങ് ഡ്രൈവ് പോവാന്നാണ് വെച്ചുള്ളത്. സോ കണ്ടോക്കാം, ഓക്കെ. പക്ഷെ നല്ല എന്താ പറയല്, ഒന്നുമില്ലെങ്കിലും മാക്സിമം ഈ ഓളെ ഈ ഡേ തന്നെ ഫുൾ ഹാപ്പി ആയിട്ട് ഓക്ക് ബേണൊക്കെ എനിക്ക് ഇങ്ങനെ ജീവിക്കാം. സാറിലാണ് ഇപ്പൊ നിന്നെ രാത്രി പ്രസവിച്ചതല്ലോ. സോ അതുകൊണ്ട് മുക്കൊത്തി എന്താ പറയല്, അതന്നെ ഗൈസ് മൂട് പോയി, എന്റെ മൂട് പോയി. പക്ഷെ നമ്മ ഇന്ന് പൊളിക്കും അല്ലെ ചമ്മോ? ദേഷ്യം ഉണ്ടല്ലോ പെണ്ണിന്. പക്ഷെ ഐ പ്രോമിസ് ചമ്മു, എന്തെന്നറിയോ ഗൈസ്, നിങ്ങളെല്ലാരും എനിക്ക് സപ്പോർട്ട് ആക്കണം. ഒരു ദേഷ്യമില്ല. പക്ഷെ എന്താന്നറിയോ, ഐ പ്രോമിസ് നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം. എന്നാ അടുത്ത കൊല്ലം ഒക്കെ 18 വയസ്സാവും. അപ്പൊ ഞാൻ 18 ഗിഫ്റ്റ് ഞാൻ കൊടുക്കും ഇൻഷാല്ലാ. സോറി ഗൈസ്, മാറിപ്പോയി, ഇതാണ് മാറിപ്പോയി. എന്റെ 2 കിറ്റ് കൊടുത്താലും അത് കിട്ടിയില്ല. സോ ഇൻഷാല്ലാ മാക്സിമം ഞാൻ ട്രൈ ആക്കും. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പൊ എല്ലാരും ഒരു ഹാപ്പി ആക്കാം. സോറി, കുറെ ഡ്രീംസ് ഉണ്ട്, അതെല്ലാം ഈ ഒരു വ്ളോഗിൽ, ഈ ഒരു വ്ളോഗിലല്ല. സോ ഇങ്ങനെ ഒരു ഇതില് ഇങ്ങനെ സക്സസ് ആവണം ഇൻഷാല്ലാ. എല്ലാരും സപ്പോർട്ട് ആക്കാം. അപ്പൊ ഇന്ന് നമ്മ ഒരു പൊളിക്കട്ടെ. ഓക്കെ ഓക്കെ എന്നരാ, ഒരു ഗുമ്മില്ലാതെ എന്റെ പൊന്നെ. അപ്പൊ നമ്മ ഇതാക്കട്ടെ. പക്ഷെ പാട്ടെല്ലാം വെച്ചിട്ട് ഇപ്പൊ നല്ല പാങ്ങിൽ പോകും. പക്ഷെ എന്നറിയോ, പാട്ട് ഇതിൽ വന്നെങ്കിൽ കോപ്പി റൈറ്റ് വരും ഗൈസ്. അതുകൊണ്ട് നമ്മ എൻജോയ് ആക്കട്ടെ. ഓക്കെ. സോ ഗൈസ്, വീണ്ടും ഞാൻ വന്നു. എന്ത് കാരണം കൊണ്ടെന്നറിയോ, നമുക്ക് ചുമ്മാ എന്തെങ്കിലും പറയാ. അതിന് വേണ്ട, ലൈറ്റ് വേണ്ട. കണ്ട, എനിക്ക് അയ്യൊരു ഭയങ്കര സപ്പോർട്ട്. എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ആക്കാൻ ഞാൻ എന്താക്കല്. അപ്പോ ചാച്ചനും കൂട്ടുന്നുണ്ട് കേട്ടാ. ആ സൈഡിൽ പോ. സോ എന്താ പറയല്, നമുക്ക് എൻജോയ് ആക്കാം. ഓക്കെ, നമ്മ എല്ലാവരും കൂട്ടിട്ട് പാട്ടും വെച്ചിട്ട് ഒരു ലോങ് ഡ്രൈവ് പോകും. സോ മാക്സിമം എൻജോയ് ആക്കും. കുറെ നമ്മളെ അലക്കുലത്ത് ഗലഗുല ഉണ്ടാവും. അതിന്റെ കാര്യമാക്കണ്ട. ചുമ്മാ കാണുന്നില്ല അല്ലേ? സോ എന്തെന്നറിയോ, നിന്റെ ഡ്രീം എന്ത്? നിന്റെ അത് നോക്കാം. പ്ലസ് 1 എങ്ങനെയെങ്കിലും ജയിച്ചിട്ടേ ഓക്കെ. നിനക്ക് ഇപ്പൊ ഈ ബേർഡ് അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? എടപെടലും മൂഞ്ചി ഗൈസ്. സോ എന്താ പറയല്, വേറെ എന്തെല്ലാം ഡ്രീം ഉള്ളത് നിനക്ക്? നെക്സ്റ്റ് നിന്റെ ഒരു ബേർഡേക്ക് ഇങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞിട്ടുണ്ടാവും. സോ എന്ത് ഇല്ലാണോ? ലൈസൻസ് എടുക്കണം അടുത്ത 18 വയസ്സാകുമ്പോ. ഓക്കെ. പക്ഷെ എനിക്ക് എന്തെല്ലാം ഗിഫ്റ്റ് നീ എക്സ്പെക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഇയറിൽ? അതെന്ത്, അപ്പൊ എനിക്ക് 18 വയസ്സാവല്ല. 18 വയസ്സാവും. അപ്പൊ ഞാന് എന്താ വെച്ചാല് ഒരു കാറ്, ഒരു സ്കൂട്ടി. ചോദിച്ചത് കുറച്ച് ഓവറേ കാണിക്കില്ലേ? നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാ മതി. അല്ല എന്നാലും ഉണ്ടല്ല, എനിക്ക് ഡ്രീം ഉണ്ടാവല്ല എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് വേണമെന്ന്. ഓക്കെ, കാറ്. വേറെ അങ്ങനില്ല. ഞാൻ പറയട്ടെ ഒരാഗ്രഹം, അതെന്റെ 2 ഏട്ടന്മാർ വിചാരിക്കണം. അല്ല, നമുക്ക് ഒരാടേക്ക് ശേഷം നമ്മ 3 ഇതുവരെ ഒന്നാകുണ്ടായിട്ട. ഓക്കെ. നെക്സ്റ്റ് ബേർഡേക്ക് നമ്മ 3 ഒന്നാകുണ്ടാവും. ഭയങ്കര ഡ്രീം. ഞാൻ ഇങ്ങോട്ടല്ലേ പറയാനുണ്ട്. എന്നോട് മുമ്പേ പറയലുണ്ട് ഇത്. പറഞ്ഞിട്ടുണ്ടാവും അറിയട്ടെ. അതായത് നിന്റെ 2 ഇച്ഛമാര് ഒന്നിച്ചിട്ട് വേണം നിന്റെ ബേർഡേക്ക്. അപ്പൊ ഇപ്പൊ ഒന്നും വേണ്ട, ഞാനും വേണ്ട. ഒന്നും വേണ്ട, ഇങ്ങൊന്നും വേണ്ട. അപ്പൊ എന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട.
അത് നിങ്ങൾക്ക് അറിഞ്ഞോല്ല, ഞാൻ ഒറ്റൊരു പങ്കാളിയില്ല നിങ്ങൾക്ക്. അപ്പൊ നിന്റെ കണ്ട ഇപ്പൊ ഞാൻ എനിക്കൊരു പെങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കോമഡി എന്താണെന്നറിയോ, ഒക്കെ 2 ഇച്ചമാരും ഇവിടെ ബേർഡേക്ക് വേണം. ഞാൻ ഇവരെ രണ്ടാളെ ഒപ്പിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കും, ഇല്ല ഓളെ ആർത്തേക്ക് ഞാൻ കെട്ടിട്ടയക്കും. പക്ഷെ അപ്പൊ ഞാനോ നിങ്ങൾക്ക് ബ്ലോഗ് കിട്ടിയാ പറയാ. അപ്പൊ എന്റെ 18 ഗിഫ്റ്റ് നിനക്ക് വേണ്ട? അതെല്ലാം വേണം, പല തന്നോ, ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കും. അത് വേണം, പക്ഷെ ഞാൻ വേണ്ട. ഇത് സാധനം അറിയാം. എടയില് ചാച്ച ചോമിച്ചു ഗൈസ്. ചാച്ച എന്തെങ്കിലും പറ ചാച്ച, എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും വിശേഷം പറ. ഗൈസ് ഇവർക്ക് എന്താ പറയല്ലേ ആടത്ത് എന്നാലും എന്റെ വ്ളോഗിൽ ഇവര് ഇൻസൾട്ട് ആക്കി ഗൈസ്. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്താ വെച്ചെങ്കിൽ ഇവർക്ക് പാട്ട് വേണം, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ആകുന്നുണ്ട്. സോ നമുക്ക് പാട്ട് കണ്ടിട്ട് നെക്സ്റ്റ് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ സീ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അതുവരെ നമ്മ എൻജോയ് ആക്കിട്ടാ. ചുമ്മാ ഈ ഒരു 5 മിനിറ്റ് എങ്ങനെ ഉണ്ടായി? എന്നാലും ബായ് തുറന്നിട്ട് പറയൂ. പൊളിച്ചു ഗൈസ്, അത് പൊളിക്കണ്ടായിരുന്നു. അവള് പൊളിച്ചു. കുറച്ച് നേരത്തേക്ക് കിളി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്, നല്ല രസം ഉണ്ടായിന്. അപ്പൊ സോ നമ്മളെ സൈഡ് പോകണോ? പക്ഷെ എങ്ങനെ പോകും ഞാനതന്നെ ഞാൻ വിചാരിച്ച്. എന്താ പറയുക, ബേക്കാച്ച് ഓപ്പൺ ഉണ്ടാവും വിചാരിച്ച്, പക്ഷെ ഓഫ് ഉള്ളത് അതുകൊണ്ട് നമ്മ എന്താ പറയുക സീ പാർക്കിൽ വന്നിട്ടുണ്ട്. ചേച്ചി കുറച്ച് കടലെല്ലാം നല്ല രസം ഉണ്ടാവും. പക്ഷെ ചതിച്ചു. അതിൽ പോവാൻ വയ്യോ? ചമ്മുന് എന്ത് വേണം, ഏത് ഇഷ്ടമുള്ളത് എടുക്കാം ഗൈസ്. എന്താ പറയല് ഇവിടെ മോമോസ് എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ട് കേട്ടാ. സോ എന്ത് വണ്ടിക്ക് വാട്ട് യു വാണ്ട്? ചക്കളി ഉണ്ടോ? ചക്കളി വേണോ? ചക്കളി ഉണ്ടോ? സോ ഗൈസ് ഉപ്പിലിട്ടതെല്ലാം ഉണ്ട് ഗൈസ്. അത് വേണ്ട. ഇതിലെന്താ വണ്ടിക്ക്? അയ്യനോ ആ കണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ കണ്ണ് ഭയങ്കര ഡേഞ്ചർ. കൊറേ വീഡിയോയിൽ അതിനെന്തോ ചോദിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ എന്താ കളി? സോ എന്താണ് എന്താ പറഞ്ഞത് ഹിന്ദിയിൽ? ചേച്ചി ഇതുണ്ടല്ലോ ഗൈസ്, ഓന് ചോളം എന്ന് പറഞ്ഞത് ഞാനെന്ത് ഹിന്ദിയിൽ നിന്ന് ചോള അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതെന്ന് ചേച്ചി. പക്ഷെ അതാ നമ്മ ഈ ലാസ്റ്റിൽ തുടങ്ങുന്നുണ്ട് കേട്ടാ. ആന് പറഞ്ഞേ ഇത് വാങ്ങണ്ടെന്ന്. ഇത് വാങ്ങിയാ കൊറേ ആൾ ഇത് ഡേഞ്ചർ എന്ന് അറിയില്ലുണ്ടിക്ക. ഈ കണ്ണ് ഭയങ്കര ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടാ? പക്ഷെ ഇവര് രണ്ടാളുടെ ചായ കുടിക്കുന്ന മത്സരം. അപ്പൊ എനിക്ക് എന്ത് ദുഷ്ടന്മാരെന്നറിയാം. കൈ വേണോ? എനിക്ക് കൈ വേണം. എനിക്ക് പറഞ്ഞത് വാങ്ങിക്കോ. അതാ പിന്നെതാ കണ്ണ് ചോദിക്കാൻ പോയത്. എന്താ പറയല്, എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ കണ്ടല്ല, ഞാൻ മൂട്ടി തൊടുക്കുന്നില്ല, അത് കഴിയുന്നില്ല. പക്ഷേ ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്ക് കേക്ക് ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്, കാറിലുണ്ട് കേട്ടാ. പക്ഷെ പെണ്ണിനെ അറിയില്ല, ഫുള്ള് സങ്കടത്തിലില്ല കേട്ടാ. അങ്ങനെ ജസ്റ്റ് ബേജാറാണ്ടാ. ഇതുവരെ രാത്രിയായി, നമ്മ ഹോസ്പിറ്റല് പിന്നെ ഒരു മെച്ചട പോകാനുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പ്രശ്നമായതുകൊണ്ട് ഓള് സ്കൂൾ കിട്ടിയിട്ട് വരുമ്പോൾ നമ്മ ഉണ്ടായിട്ടാ. നമ്മ ആക്ച്വലി ഇവിടെ എന്ത് മെച്ചെടുത്ത് പോയിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് ഉണ്ടായത്. സോ ഫുള്ള് നമ്മ വരുമ്പോഴത്തേക്ക് ഫുള്ള് ദേഷ്യത്തിലുണ്ടായി. നമ്മളൊക്കെ സംസാരിക്കുന്ന ഒന്നും ഇല്ല. പിന്നെ എന്താക്കി വൈദ കസിൻ വന്നിട്ടുണ്ട്. സോള് പറഞ്ഞ് ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്, കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ട്, നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് കട്ടാക്കാം. പക്ഷെ അവളോട് പറയാണ്ടെന്ന് അറിയിച്ച്. പക്ഷെ വൈദ വന്നപ്പോഴേ നോക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അവളോട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാന്ന് അറിയിച്ച്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് ഇത് കഴിക്കും എടുക്കാൻ പോയിട്ടുണ്ട്. എന്ത് ഉപ്പിട്ടതല്ല. പക്ഷെ കുറച്ചൊക്കെ ഞാൻ വിചാരിച്ച് ബേക്കാച്ച് ഓപ്പൺ ഉണ്ടല്ല, അപ്പോൾ ആടുന്ന് പോയിട്ട് കടലിലെടുത്ത് പോയിട്ട് കേക്കെല്ലാം മുറിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താക്കും ഒരേ ഐഡിയ ഇല്ല. ചെക്കൻ ചക്കളി വാങ്ങാൻ പോയി. എനിക്ക് കല്ലുമ്മക്കായ വേണം, എനിക്ക് കല്ലുമ്മക്കായ വേണം. പക്ഷെ ഇല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒന്നും എവിടെ കിട്ടുന്നില്ല. ആകെ കിട്ടിയത് ഇതിനെ മാത്രം. ഇല്ല ഇല്ല
ഐ വാണ്ട് കലുമക്കായ്. ഇവിടെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ, ഫുഡ് ഐറ്റംസ് ഉണ്ട്. കലുമക്കായ് ഉണ്ട് ചാ, ഉണ്ട് അറിയണം. ഞാനുണ്ടല്ലോ മാക്സിമം ഒരു 10 കലുമക്കായ് തിന്നു. ഇല്ല ചാച്ചാ, ഇവിടെ ഇല്ലേ, ഞാൻ നോക്കേ, വേറെ ഒന്നും വേണ്ട. മസാല ചക്ലി ഇല്ലേ? ഇല്ല ഇല്ല, ഞാൻ നോക്കിയേ. ഞാൻ എന്താഗ്രഹിച്ചിട്ട് ചോദിക്കുന്നത് അത് മാത്രം ഏടെ കിട്ടിയില്ല. ഉണ്ടെങ്കിലും ഞാൻ എത്തുമ്പോൾ അത് തീരും. നീ എന്തിന് അങ്ങനെ തന്നെ? ഞാൻ പോയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഫ്രീ തന്നിട്ടുണ്ടെങ്കിലാ തരൂല. കുഞ്ഞായ മതിയായിരുന്നു. എന്തോ ശരിയാക്കിട്ടുണ്ട്, നാളൊക്കെ എത്തിക്കുന്നെ. അപ്പൊ ഞാൻ പൈസ വാങ്ങിട്ടാ പൊട്ടിച്ചേന്ന്. അങ്ങനെ ഇതാ വന്നിട്ടുണ്ട്. എന്താണ് ചെമ്മ കൊണ്ടുവന്നത്? ഇതാ ഇവര് ഉണ്ടല്ലോ ഇത്ര സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്നെന്താക്കണം? അടിക്കണം. ഇനി ആടി ഇരിക്കുന്നുണ്ടായിട്ടാ, ബെല്ല് ഇതിൽ ഇരിക്കുന്നുണ്ടായത്. പക്ഷെ സെറ്റ് ആയിട്ടാ. ഇതാ അത് ആശി കൊടുക്കറു, ആ കുറിച്ച് ആശി കൊടുക്കറു, ഈ കുറിച്ച് എടുക്കറു. സോ ഇനി ഇത് ബാറ്റിംഗ് ആക്കണം. ഇത് കേക്ക് പറഞ്ഞിട്ട് തിന്നോ. ഹാപ്പി ബർത്ത്ഡേ ഒക്കെയാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ് ഇതിൽ. ഇത് മാത്രമേ ഉള്ളൂ. ആ ഹാപ്പി ബർത്ത്ഡേ ടു യു. മേമക്ക് ഇട്ട് കൊടുത്ത കേക്ക് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്താ മതി. അത് കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ഇച്ച കൊടുക്ക്. എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് കൊടുത്തോ. ഹാപ്പി ബർത്ത്ഡേ 3U അല്ല 2U അല്ലേ? ചാച്ച കൊടുക്കറു വേണ്ടേ? അപ്പൊ ഞാൻ കൊടുക്കാം. ഞാൻ തന്നല്ലേ? ആ എന്റെ മാങ്ങ ഞാൻ തരില്ല. ചെക്കൻ്റെ കൈ കഴുകാൻ പോയിട്ടുണ്ട്. ട്രെയിൻ വന്ന് ഇപ്പൊ വീട്ടിൽ മാഞ്ഞോടി വരും. അതാ വൈകിട്ട് പോയത് കണ്ടിട്ടാണ്. എല്ലാവരും തിന്നേ, പക്ഷെ ഇത്ര ബാക്കിയായിട്ടുണ്ട്. ആ ഭയങ്കര സ്പൈസി. തിന്നാത്ത ആളെല്ലാം തിന്നുന്നുണ്ട് കേട്ടാ. പോലീസ് വന്നിട്ടുണ്ട്. തിന്നാനോ ആരെങ്കിലും പിടിക്കാനോ ഒന്നും അറിയില്ല. പക്ഷെ ചെമ്മുവിന്റെ ബാക്കിൽ പോലീസിന്റെ ചെമ്മു ഇപ്പം നിന്നെ പോലീസ് പിടിച്ചിട്ട് പോകണം. എന്തായിരിക്കും നിന്റെ അഭിപ്രായം? നീ ആരെയും മർഡർ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകും. സന്തോഷമായിട്ട് എന്നെ ജയിലിൽ കിടത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന്. എന്ത് നല്ല കൊച്ച്. എന്നിട്ട് +2 ജയിക്കണം. നല്ല കൊച്ച്. ഇവിടെ രണ്ടാക്ക് യുദ്ധം. ഇവിടെ പട്ടി ഷോ കളിച്ചിരിക്കുന്നുണ്ട്. പ്രശ്നം കണ്ണാടി പിടിച്ചിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയല്, ആറ്റിറ്റ്യൂഡ്, രണ്ടാളെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ട. ഗൈസ് നമ്മ ഇന്ന് കുറച്ച് നേരം ഫോട്ടോ എടുക്കണം. പട്ടി ഷോ കളിക്കണം. എവിടുന്ന് എടുക്കും? ഗൈസ് ബാക്കിൽ നിൽക്കണ്ടവർ കേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. സോ നമുക്ക് ആടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ എന്തെങ്കിലും ഇതുണ്ടോ? ഇവിടെ നിർത്താലോ. നമുക്ക് ഇതിന്റെ ബാക്കില് അങ്ങോട്ട് പോലെ അങ്ങോട്ട് പാർക്കിന്റെ ബാക്കിൽ വന്നിട്ട് നമ്മളെ അവതാരം എന്താ വെച്ചെങ്കിൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് പാങ്ങുണ്ട്. പക്ഷെ എന്നെയും മുക്കി ഗായ്സ്. വീഡിയോ ഫോട്ടോ എടുക്കുന്ന ഇതിൽ വന്നിട്ട് ചുമ്മനെ മുക്കിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. സോ അങ്ങനെ പോയിക്കോ. ഗൈസ് ഇതാ ഫുള്ള് സെറ്റ് ആക്കിട്ടാ. അപ്പോഴത്തേക്ക് ഫുള്ള് സർപ്രൈസ് ആയ ചമ്മു. എന്നാലൊരു റിയാക്ഷൻ ഇല്ലാതെ സമ്മർ പണ്ടേ റിയാക്ഷൻ ഇടല്ല. റിയാക്ഷൻ ഇല്ലാത്ത പണ്ടാരം. സോ അതാ 17 വയസ്സായി. 17 വയസ്സായിട്ട് എന്നേ പോയി. 17 വയസ്സ് ഇല്ല മോളെ, അതിക്ക് 10 വയസ്സേ ആയിട്ട്. ബാ മോളെ
ഇങ്ങോട്ടല്ല, ഒരു മിനിറ്റ്. അത് കൊടുക്കണ്ട, ആദ്യം ഇതിന് ആക്കി കുത്തിയാ പോരെ. സോറി. ഇതെങ്ങനെ സംഭവം? ഇത് വിട്ടല്ലേ? അല്ല ഇങ്ങനെ ഇങ്ങനെ മൂഞ്ചി ഗൈസ്. അങ്ങനെ വീണ്ടും മൂഞ്ചി ഗൈസ്. ഗൈസ് ഈടെ കേക്ക് മുറിച്ചിട്ട് ഇതാ അപ്പടിപ്പടി ഷെയർ ആക്കുന്നത്. ഇപ്പൊ ഇത് കുറച്ച് നേരത്തേക്ക് ഞാൻ മൂഞ്ചി കഴിച്ചു. സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് പോയിക്കാം. സ്നേഹം പ്രകടിപ്പിക്കുന്നതാ പ്രകടനം. ആ സാധനം എന്റെ കുഞ്ഞിക്ക് കേക്ക് കൊടുക്കണ ആറ്റ് നോട്ടിട്ട് എനിക്ക് ഒരേ കുഞ്ഞികളുണ്ട്. അങ്ങനെയല്ലേ പറയല്? ആറ്റ് നോട്ടിട്ട് ഒരു കുഞ്ഞില്ല ചാച്ച തിന്നു. ചാച്ച ബിസി കഴിച്ചു. ചാച്ചന്റെ ഓളൊക്കെ മുണ്ടിട്ട് തൂങ്ങുന്നുള്ളത്. ഫോട്ടോ എടുക്കുന്ന തന്ത്രപ്പാടില്ലത്. അവര് വീഡിയോയിൽ ഇടാൻ വേണ്ടിട്ട് ഇവര് കണ്ട നമ്മുടെ വ്ളോഗിന് ഒരു ഇതേ ഇല്ല. കട്ടാക്കി ഈ ആഗ്രഹത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിട്ട് നമുക്ക് പട്ടിഷോ ഒന്ന് കേക്ക് കട്ടാക്കി ഇപ്പൊ കട്ടാക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ കൈ നമ്മൾ എടുക്കുന്നത് അപ്പൊ അവര് കത്തിയും കൊണ്ടോയാ? ഞാനെ തിന്നട്ടീനല്ല ആണ്. ലൈറ്റർ ഉണ്ട്. ഒരു ഇക്കാനോട് ചോദിക്കല്ലോ, ഒരു മറ്റേ ഇതുണ്ടോ സ്മോക്ക് ആക്കാൻ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ലൈറ്റർ ഉണ്ട് കയ്യില്. നമുക്ക് രണ്ടാക്ക് സ്മോക്ക് ആക്കിയാലോ? സെറ്റ്. ഞാൻ ഈ സിഗരറ്റ് വലിച്ചാൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്? ഇല്ല. വലിച്ച പിന്നെ ഉള്ള ഇട നോക്കിയാ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. കണ്ട ഞാൻ ചൊടിച്ച് എന്റെ കുഞ്ഞിക്ക് ഇത് പൊട്ടിക്കുന്നില്ല കേട്ടാ ഗിഫ്റ്റ്. ഫൈനലി ചമ്മുനി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചമ്മു ഗിഫ്റ്റ്? ഇഷ്ടപ്പെട്ടു? ഗിഫ്റ്റ് ബെസ്റ്റി. നിങ്ങൾ രണ്ടാൾ ബെസ്റ്റിയാണോ? ബോക്സ് എനിക്ക് വേണോ? അതന്നെ ഞാൻ പറഞ്ഞത്. ഉപ്പിലിട്ട മാങ്ങിയായിട്ട് എന്റെ ഗിഫ്റ്റ് കൂട്ടിക്കോ. അപ്പൊ നിക്ക് എന്റെ വേണ്ടത് പറ. ഗിഫ്റ്റ് ചോദിച്ചിട്ട് വാങ്ങുന്ന ആദ്യത്തെ എന്നാലും പറ എന്റെ വേണ്ടേ. എന്നാ അത് വേണ്ട. പിന്നെ മുമ്മൂസാവോ? അൺലിമിറ്റഡ് ആക്കാം. പാർച്ചയില് പോയിട്ട് അൺലിമിറ്റഡ് ഫുഡ് വാങ്ങിച്ചു തരുമോന്ന്. ഞാൻ വലിയൊരു യൂട്യൂബർ ആയിട്ട് എന്നിട്ട് വാങ്ങിക്കൊടുക്കട്ടെ. വേറെന്താ വേണ്ട ചമ്മു? അതല്ലാതെ അൺലിമിറ്റഡ് അല്ലാതെ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് ഒക്കെ വേണേ ഇത് സെറ്റ്. ഞാൻ കൈ തൊടില്ല. ഞാൻ എന്റെ ബായിന്ന് ഞാൻ എടുക്കും. ഐസ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അമ്മ തിരക്ക് പോകുന്നില്ലത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേ കണക്ക് ഷെയറും ലൈക്കും കമന്റ് അടിക്കാം. ഓക്കെ ബൈ.